വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അച്ചായന്റെ കല്യാണം കഴിഞ്ഞോ? അതെ, അച്ചായന്റെ കല്യാണം കഴിഞ്ഞ അച്ചായൻ എന്റെ അപ്പനാ. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? അല്ല, പിന്നെ നല്ല അണ്ടിയില്ലാത്ത കാരണം തമിഴ്നാട്ടിൽ നിന്ന് അണ്ടികളെ ഇറക്കുമതി ചെയ്യുന്നു എന്ന് പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾ വീഡിയോ ചെയ്യണം. ഞാനായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരേണ്ട അച്ചായന്റെ അമ്മയ്ക്ക് ഇന്നിപ്പോ ബ്ലഡ് ക്യാൻസർ ആയിട്ട് ആസ്റ്റർ മെഡിസിറ്റി ആണ്. ഏകദേശം ഒരു 3 ലക്ഷം രൂപയോളം പിരിഞ്ഞെങ്കിലും ഇനിയും പൈസ വേണം. 5 ലക്ഷത്തോളം രൂപ വേണം അച്ചായന്റെ അമ്മനെ ഇവിടെ നിന്ന് ഇറക്കാനായിട്ട്. അപ്പൊ ആളുടെ കയ്യിൽ ഇനി 1 രൂപ പോലും എടുക്കാനില്ല. രക്തഹാരി കണ്ണിലൂടെ ഓടി വന്ന് പോയപ്പോൾ അണ്ണം BMW എടുത്തോണ്ട് ചാടി പോയപ്പോൾ സിരകൾ കാലം ആ വണ്ടി എടുക്കുന്നു. അടുത്തത് ബൈക്കാ. അണ്ണ എന്ത് ചൂടാ. കാല് തട്ടി അവിടെ ആയിരിക്കും, നമ്മൾ പറയുന്നില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യം. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. 10 പൈസ ഇല്ലാതെ കല്യാണം കഴിച്ച ഒരു ഹതഭാഗ്യൻ്റെ കഥയാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. മയിലെണ്ണ കാടിലെ ഓടി നടക്കുന്ന മയിലുകളെ പിടിച്ച് കൈകാലുകളെ ഒടിച്ച് അതിൽ നിന്ന് എടുക്കുന്ന എണ്ണയാണിത്. തേക്കുവിൻ തേച്ചുകൊണ്ടേ ഇരിക്കുവിൻ. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാനത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊപ്പിയുടെ കൂടെ എപ്പോഴും സഞ്ചരിക്കുന്ന സോജൻ അച്ചായൻ, അദ്ദേഹം കുറച്ച് ഇപ്പം കഴിഞ്ഞ 2 ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സംഭവം വേറെ ഒന്നുമില്ലതാ, ഇത് കണ്ടില്ലായിരുന്നു എവിടെ? ഞാൻ കാണിച്ചു തരാം. നിങ്ങളെ കാണിക്കാതെ പിന്നെ എന്താ ചെയ്യുക, കാണിക്കാം. അതായത് നമ്മുടെ അച്ചായൻ മനസ്സിലായല്ലോ. ദിസ് ഈസ് ദ അച്ചായൻ ആൻഡ് വിത്ത് ഹിസ് വൈഫ്. ഓക്കെ, അപ്പോൾ അച്ചായൻ്റെ കല്യാണം കഴിഞ്ഞു. അച്ചായൻ പറയുന്നത് അച്ചായൻ്റെ 10 പൈസ ഇല്ലാതെയൊക്കെ വിളിച്ചിറക്കൊണ്ട് പോയെന്നാണ്. ബട്ട് ഇത് ഈ ഒരു സംഭവത്തിൻ്റെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, അത് നമുക്ക് പിന്നാലെ സംസാരിക്കാം. പക്ഷേ ചില കാര്യങ്ങൾ, ഒന്ന് അച്ചായന് വലിയൊരു മകളുണ്ടെന്നുള്ളതാണ്. ഉണ്ടോ? അത് ഇല്ലെന്നോ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അച്ചായനാണ് പറയേണ്ടത്. ആ ഒരു കാര്യത്തിന് ഞാൻ പ്ലേ ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ലേറ്റസ്റ്റ് ആയിട്ട് അച്ചായൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നൊരു വീഡിയോയ്ക്കകത്തുള്ള പച്ചത്തെറിവിളിയാണ്. അതിനുശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് വരാം. ആദ്യം അച്ചായൻ ആ തെറിവിളി വാങ്ങിച്ചു കൊടുക്കുന്ന ആ ഒരു വീഡിയോ കാണാം. ഇപ്പോൾ വന്ന ഇൻ്റർവ്യൂവിൻ്റെ സാധനം എന്താണെന്ന് അറിയാമോ? അയ്യോ കയ്യിൽ നിന്നൊക്കെ തെറിച്ച് പോകുന്നത് എന്താ കാണിച്ച് കഴിഞ്ഞവർ. ഞാൻ അങ്ങോട്ട് മാറുന്നതിന് മുമ്പ് അവർ കാണിച്ച് ഓക്കെ. അപ്പം അച്ചായൻ ഒരു കൊതിയൻ തന്നെ. ഓക്കെ, അപ്പം ഇതാണ് അച്ചായൻ്റെ സംഭവം. ആ വീഡിയോ, അതായത് അച്ചായൻ്റെ എന്താണ്, ഒരു BMW കാറിൽ പറന്ന് അങ്ങ് അച്ചായൻ തകർക്കാൻ വേണ്ടിയിട്ട് പോകുന്ന അവർ കാഴ്ചയുണ്ടല്ലോ, അതാണ് കാണുന്നത്. സീരിയസ്ലി ഇതൊക്കെ ഓരോരുത്തരുടെ ഹാപ്പിനെസ്സാണ്. ഒരാളുടെ എന്തൊക്കെ കാര്യങ്ങൾ നേട്ടങ്ങൾ കൊയ്യണം, തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള കാര്യം. പക്ഷേ ഈ സന്തോഷത്തിൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് സന്തോഷമുള്ള കാര്യങ്ങളല്ല. ആ കമൻറ്റ് ബോക്സിൽ പറയുന്ന കാര്യം ഇതാണ്: ഒരു 500 കോടി അയച്ചു തരട്ടെ മലരേ എന്ന് അവൻ്റെ അമ്മയുടെ ചികിത്സ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നു. അതായത് അത് പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇയാളല്ലേ അമ്മയ്ക്ക് സുഖമില്ല സഹായിക്കണമെന്ന് കരഞ്ഞ് പറഞ്ഞ് വീഡിയോ ഇട്ടത്? ഉടായ്പായിരുന്നു അല്ലേ? ക്യാഷ് ഇട്ട് കൊടുക്കാത്തവർ ഇവിടെ കമോൺ എന്ന് പറയുന്നു. അമ്മയുടെ ചികിത്സയ്ക്ക് 100 രൂപ ഇട്ട് കൊടുത്തവർ ഇപ്പോൾ ആരായി? അമ്മയുടെ ചികിത്സക്കായി കാശ് എവിടെ പോയി? അന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ എല്ലാവരും പൊങ്കാലിട്ട് ക്യാഷ് ഇട്ടവർ മാത്രം കണ്ടാൽ മതി, സാറ്റിസ്ഫാക്ഷൻ. മയിലിന് ഞാനും പൈസ കൊടുത്ത് അമ്മയുടെ ചികിത്സയ്ക്ക് പണം പിരിച്ചുണ്ടല്ലോ. ഒരു വണ്ടി വരെ ഇല്ലാത്തവർ ക്യാഷ് അയച്ചിട്ടുണ്ട്. എനിവേ, ഇത് അച്ചായൻ്റെ ആ ഒരു കമൻറ്റ് ബോക്സാണ്. ഇനി അച്ചായൻ്റെ മറ്റൊരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പ്ലേ ചെയ്യാം. അത് നിങ്ങൾ കണ്ടു നോക്കൂ. ഇതാണ് ആ ഒറിജിനൽ വീഡിയോ. ഹലോ ചമാരെ, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾ വീഡിയോ ചെയ്യണം. ഞാനായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരേണ്ട അച്ചായന്റെ അമ്മയ്ക്ക് ഇന്നിപ്പോൾ ബ്ലഡ് ക്യാൻസർ ആയിട്ട് ആസ്റ്റർ മെഡിസിറ്റി ആണ്. ഏകദേശം ഒരു 3 ലക്ഷം രൂപയോളം പിരിഞ്ഞെങ്കിലും ഇനിയും പൈസ വേണം. 5 ലക്ഷത്തോളം രൂപ വേണം അച്ചായന്റെ അമ്മനെ ഇവിടെ നിന്ന് ഇറക്കാനായിട്ട്. അപ്പൊ ആളുടെ കയ്യിൽ ഇനി 1 രൂപ പോലും എടുക്കാനില്ല. രക്തഹാരി കണ്ണിലൂടെ ഓടി വന്ന് പോയപ്പോൾ അണ്ണം BMW എടുത്തോണ്ട് ചാടി പോയപ്പോൾ സിരകൾ കാലം ആ വണ്ടി എടുക്കുന്നു. അടുത്തത് ബൈക്കാ. അണ്ണ എന്ത് ചൂടാ. കാല് തട്ടി അവിടെ ആയിരിക്കും, അത് നമ്മൾ പറയുന്നില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യം. അതുകൊണ്ട് ഞാനതിൽ കമൻറ്റ് ചെയ്യുന്നില്ല. സോ ഗൈസ്, അപ്പോൾ അച്ചായൻ്റെ ആ ഒരു ഇത് അമ്മ ക്യാൻസറായിട്ട് കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അമ്മയാണ് മറ്റേ വീഡിയോക്കകത്ത് ഭയങ്കര ആക്റ്റീവായിട്ട് ലാസ്റ്റ് കമൻറ്റ് ചെയ്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ
അമ്മയുടെ ഹോസ്പിറ്റൽ കേസിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ടിട്ട് പൈസ വേണമെന്നൊക്കെ പറയുകയും ആൾക്കാർ സഹായിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിനുശേഷം ഇന്ന് വന്ന ആ ഇൻ്റർവ്യൂവിൻ്റെ അകത്തും പുള്ളിക്കാരൻ പറയുന്നത് എൻ്റെ 10 പൈസ ഇല്ലാതെ ഞാൻ വിവാഹം കഴിച്ച ഒരാളാണെന്ന് പറയുന്നു. 10 പൈസ ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഒരു കാറും വാഹനവും ഒക്കെ പെട്രോൾ അടിക്കാൻ പോലും പൈസ ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ എനിക്കറിയത്തില്ല. എനിവേ 10 പൈസ ഇല്ലാത്ത ഒരാൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണത്, കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കുക എന്നുള്ള കാര്യം. എനിവേ അങ്ങനത്തെ സംഭവം. പിന്നെ ഉള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിനകത്ത് കുറച്ച് ആൾക്കാർ അയച്ചു തന്നിട്ടുള്ളത്. ഇതിൻ്റെ ആധികാരികതയൊക്കെ ഇനിയിപ്പം അച്ചായനൊക്കെയാണ് പറയേണ്ടത്. ഇത് ഞാനതിനകത്ത് വിശ്വസിക്കുന്നൊന്നുമില്ല, എങ്കിലും നിങ്ങളുടെ മുമ്പിൽ കണ്ടതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പ്ലേ ചെയ്ത് തരാം. എന്താണെന്നല്ലേ, അച്ചായൻ്റെ മകളാണോ നോക്കാം, കാണാം. വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അച്ചായന്റെ കല്യാണം കഴിഞ്ഞോ? അതെ, അച്ചായന്റെ കല്യാണം കഴിഞ്ഞ അച്ചായൻ എന്റെ അപ്പനാ. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? അല്ല പിന്നെ ഓക്കെ, അച്ചായ അപ്പനാന്ന് കുട്ടി കളി പറഞ്ഞതായിരിക്കാം. എനിക്ക് തോന്നുന്നില്ല ഈ പുള്ളിക്കാരൻ ഇത്രയും വലിയ മകളുണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന്. ചിലപ്പോൾ ഫണ്ണായിട്ട് പറഞ്ഞതായിരിക്കാം. ഇപ്പോൾ സോജൻ അച്ചായൻ മകളാണ്. പിന്നെ അതാ ഈ കുട്ടി ഹാപ്പി മാരീഡ് ലൈഫ് അപ്പ മിസ് യു അപ്പ എന്നൊക്കെയാണ് ആ കുട്ടിയുടെ ഒരു സ്റ്റോറി ഇൻസ്റ്റഗ്രാമിനകത്ത് ഷെയർ ചെയ്യപ്പെട്ട ഒരു സ്റ്റോറിയൊക്കെ എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത്. ഇത് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ആധികാരികമായി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇതൊക്കെ സത്യമാണോ ഡേ? ഇതൊക്കെ ഉള്ളതാണോ ഡേ? അദ്ദേഹത്തിൻ്റെ ഇത്രയും പ്രായമുള്ള മകളുണ്ടോ ഡേ? അറിയില്ല ഡേ. ഓക്കെ, ഇതാണ് ആ സംഭവം. ഇനി നമ്മുടെ അച്ചായൻ്റെ ജാങ്കോ സ്പേസിലൊക്കെ അമ്മയുടെ ചികിത്സയ്ക്കായിട്ട് പൈസ ഇട്ട് തന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും പറയണത് ആ കിട്ടിയ ഫണ്ട് കൊണ്ട് കല്യാണം കഴിച്ചവനല്ലേ. കുളം ക്ഷേത്രത്തിൽ ഒരു കല്യാണം നടക്കുന്നതിന് മാക്സിമം ഒരു 6000 രൂപയാണ് ചിലവുള്ളത്. അതിനിപ്പോൾ അമ്മയുടെ ചികിത്സാ സഹായ ഫണ്ടിൽ നിന്നിട്ട് കല്യാണം കഴിക്കുന്നത് പെട്ടെന്നാണ് അറിയുന്നത് ഇതേ കല്യാണം കഴിഞ്ഞത്. ഈ അച്ചായൻ എല്ലാം പറയുമ്പം പറഞ്ഞു പോകണം എന്ന് അച്ചായൻ തൻ്റെ പബ്ലിക്കിന് ഇട്ട് തരികയാണ്. അതായത് അമ്മയുടെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് അതിനകത്ത് പറഞ്ഞൊരു കാര്യം 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ കൂടെ ഒക്കെ വേണമെന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ഇത് ഒരു വിത്ത് ഓൾ റെസ്പെക്ട് നെഗറ്റീവായിട്ടൊന്നും എടുക്കേ വേണ്ട. ഒരാളുടെ ലൈഫിൻ്റെ അകത്ത് കടന്നു കയറിയിട്ട് അതിനകത്ത് ഇങ്ങനെ ചെയ്തുകൂടെ അങ്ങനെ ചെയ്തുകൂടെ എന്ന് പറയാൻ എനിക്ക് ഒരു അർഹതയില്ല, താല്പര്യമില്ല. എങ്കിലും അച്ചായൻ്റെ ആ ഒരു സംഭവമാണെങ്കിൽ ഇപ്പം താങ്കളുടെ ആ ഒരു വണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ പൈസ കിട്ടത്തില്ലായിരുന്നു. സ്വന്തം അമ്മയുടെ ആവശ്യത്തിനല്ലേ, എങ്കിൽ പിന്നെ ആ വാഹനം കൊടുത്തുകൂടായിരുന്നു. അതോ നിങ്ങളുടെ വാഹനമല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇപ്പം ആ വാഹനത്തിൻ്റെ വണ്ടിയുടെ സംഭവമൊക്കെ ഇപ്പം BMW കാറൊക്കെ എന്ന് പറഞ്ഞ് എത്ര രൂപ ആവൂലേ? ഒരു 10 ലക്ഷത്തിന് മേളിലൊക്കെ ആവില്ലേ? 10 ലക്ഷം രൂപയ്ക്ക് BMW കിട്ടുമോ? 10, 20, 30 ലക്ഷം രൂപയ്ക്ക് ആവൂലേ എന്നൊക്കെ അങ്ങനെ തോന്നുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ വന്ന് കരഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അമ്മയ്ക്ക് വല്ലാത്തൊരവസ്ഥ വരുവാണെന്നൊക്കെ പറഞ്ഞ് അവർ വന്ന് സഹായിച്ച ആൾക്കാരുടെ അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ ചോദിച്ചേക്കാം. കാരണം നിങ്ങളുടെ അടുത്ത് അവർ നല്ല രീതിയിൽ ഇത് വെച്ച് പുലർത്തി, അപ്പോൾ എവിടെയോ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ജെന്യൂൻ അല്ല എന്നൊരു തോന്നൽ അവർ വന്നിട്ടാവാം. അതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പം നിങ്ങളത് കേൾക്കാൻ ബാധ്യസ്ഥനാണോ, നിങ്ങളത് കേൾക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ അവരെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം നിങ്ങൾ ചോദിച്ചു, അവർ നിങ്ങളെ സഹായിച്ചു. അതിനുശേഷം നിങ്ങൾ 10 പൈസ ഇല്ല ഈ കല്യാണത്തിനെന്ന് നിങ്ങളുടെ ഈ ഒരു ചാനലിൻ്റെ അകത്ത് വന്നിരുന്ന് പറയുന്നു. നിങ്ങൾ ഇതൊക്കെ ഞാൻ ഇവിടെ വെച്ച് ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേയൊക്കെ അത് പൊളിയും. പക്ഷെ അത് മോശമാണ്, ഞാനത് ചെയ്യത്തില്ല. ഓക്കെ, താങ്കൾ അത് അങ്ങനെ ഒന്നും ഇല്ല, ഇതൊക്കെ പറയരുത്, മോശമാണ് അത്. എങ്ങനെയായിരുന്നു എല്ലാത്തിന്റെയും പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകൾ ഇവിടെ അമ്മ എന്ന് പറഞ്ഞ ആളുണ്ട്. പുള്ളിക്കാരത്തിന് അതൊക്കെ അറേഞ്ച് ആക്കിയത് ശരി. അമ്മയാണ് ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. നമ്മളല്ലാതായി മാറുകയാണ്. നമ്മൾ വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ്. ഒരു ഉമ്മ കൊടുക്കാനാണ് ഇത്രയും വലിയ ഇൻട്രോ. അവിടെ ഇവിടെ ഒന്നും അല്ല, ഇത് ലിപ്പ് കിസ് പറയാം. ഇത് നമ്മുടെ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുല്ല് താഴെ കിടക്കുമ്പം നമ്മുടെ പണ്ട് അമ്മമ്മയുടെ വീട്ടിൽ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. പശുക്കളും ഇങ്ങനെ തറയിൽ പുല്ല് എന്നുവെച്ചാൽ ആ പുല്ല് കഴിക്കുന്നില്ല. ഇത് പുള്ളിക്കാരൻ അവിടെ ഒരു ലിപ് ലോക്ക് കിടക്കുകയാണ്. ശരി, അപ്പോൾ അവരുടെ ഒരു സംഭവമാണ്. ഞാൻ ഇദ്ദേഹത്തിനെ കളിയാക്കുന്നില്ല, നമ്മുടെ ആ ഒരു സാധനത്തിനെ കണ്ടപ്പോൾ ഒരു തോന്നിയതാണ്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് തോന്നും ഇതെന്തോ ഒരു സംഭവം കാണിക്കുന്ന പോലെയാണ്. അതല്ല, അത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓന്ത് ഇവിടെ ഇരുന്നുകൊണ്ട് മറ്റേ ഇതിങ്ങനെ പിടിക്കൂലേ, അതുപോലെയൊക്കെ ആയിരുന്നു അച്ചായൻ. അച്ചായൻ എല്ലാം ഫണ്ണ് കാണിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. ഏറ്റവും വലിയ വിഷയം അമ്പലത്തിൽ നടന്ന ലിപ് ലോക്ക്. കമന്റിൽ വന്നത് ഞാൻ കണ്ടത് ആർത്തി പൂത്ത് ഭ്രാന്തായതാണ് കളവൻ എന്ന് പറഞ്ഞു. പക്ഷെ ആവശ്യത്തിലധികം കഴിച്ച് തൃപ്തിയായിട്ടുള്ള കളവനാണ്. അതിന് ആക്രാന്തം. ഈ ആവശ്യത്തിലധികം അച്ചായൻ കഴിച്ചില്ലേ എന്നുള്ള കാര്യമൊക്കെ നാട്ടുകാർ അറിയേണ്ട കാര്യമില്ല.
നാട്ടുകാരെ ബോധിപ്പിക്കാൻ താല്പര്യമില്ല, നാട്ടുകാരുടെ അടുത്ത് മറുപടി പറയാൻ ആഗ്രഹവുമില്ല, നാട്ടുകാരെന്നുള്ള തെറ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറയുന്ന അച്ചായൻ ഇത് നാട്ടുകാരുടെ മുമ്പിലേക്ക് തന്നെ പറഞ്ഞ എല്ലാ കമൻറ്റിനും മറുപടി കൊടുത്തുകൊണ്ടിരിക്കുക. അത് കാരണം ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ വന്നു. അപ്പം ഈ ഒരു സാധനത്തിലൂടെ അച്ചായൻ ഉദ്ദേശിക്കുന്നത് നാട്ടുകാരുടെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണം. അവർ പറഞ്ഞതിനകത്ത് ഇഷ്ടപ്പെടായിക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയുക തന്നെ വേണം. പക്ഷേ കഴിച്ചതും കഴിച്ച് തൃപ്തിയായതും അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പം ബിരിയാണി കഴിക്കുന്ന ഒരാളാണ്, ദോശ കഴിക്കുന്ന ആളാണ്. നമുക്ക് വീണ്ടും അത് ബിരിയാണി ചില ദിവസങ്ങൾ ലൊക്കേഷനിൽ കഴിക്കാൻ തോന്നും, ചിലപ്പോൾ വേറെ കഴിക്കാൻ തോന്നും. അപ്പം ഇപ്പം തന്നെ പറയുന്നു കഴിച്ചാൽ ഒരുപാട് കഴിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനിയും ആഹാരം കഴിക്കുമായിരിക്കുമല്ലോ അല്ലേ? കഴിക്കാതെ ഇരിക്കട്ടെ. ഒന്നും എനിക്കില്ല. ആക്രാന്തമുണ്ടോ? ഇല്ല. ഇല്ല, കഴിക്കാനുള്ളത് കഴിച്ചിട്ടില്ല എങ്കിൽ ആക്രാന്തം ഉണ്ടോ എന്ന് പബ്ലിക്കായിട്ട് ഇരുന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ പുതുമോടിയല്ലേ? നമ്മൾ ആപ്പിൾ കഴിക്കുന്ന ഡിമാൻഡ് എന്നുള്ള സംഭവത്തിനെ കുറിച്ച് പണ്ട് എക്കണോമിക്സിൽ എന്നെ സാറ് പഠിപ്പിച്ചിട്ടുള്ള കാര്യം ഇപ്പോൾ ഓർമ്മ വരുന്നത്. ഡിമാൻഡ്, ആദ്യം ഒരാൾ ജോസഫിന് ആദ്യം ഒരു ആപ്പിൾ കൊടുക്കുന്നു, ആപ്പിൾ ജോസഫ് കഴിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ജോസഫിന് ആപ്പിൾ ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായി ഇഷ്ടപ്പെട്ടതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചു. രണ്ടാമത് വീണ്ടും ജോസഫിന് ആപ്പിൾ കൊടുക്കുന്നു. രണ്ടാമത് ജോസഫ് കഴിച്ച സമയത്ത് ആദ്യം വാങ്ങിച്ച് കഴിച്ചതിൻ്റെ അത്രയും താല്പര്യമില്ലാതെയാണ് ജോസഫ് കഴിച്ചത്. കാരണം അവിടെ ഡിമാൻഡ് ഇച്ചിരി കുറയുന്നു, അത്രയും വേണ്ട, ഓൾറെഡി കഴിച്ചല്ലോ. പിന്നെ മൂന്നാമതും നാലാമതും അഞ്ചാമതും കഴിച്ച ജോസഫ് 10ാമത്തെ ഒരു ആപ്പിളിലേക്ക് എത്തുന്ന സമയത്ത് ആ ആപ്പിൾ കാണുന്ന സമയത്ത് ജോസഫിന് വേണ്ടാത്തൊരവസ്ഥ എത്തും. അത് ഡിമാൻഡിനെ കുറിച്ച് പണ്ട് എൻ്റെ ഒരു സാറ് പഠിപ്പിച്ചതാണ്, വിജയകുമാർ സാർ എന്നെ എക്കണോമിക്സ് പഠിപ്പിച്ചതാണ്. ഈ എക്കണോമിക്സ് ഞാൻ 100 ഔട്ട് ഓഫ് 100 മാർക്ക് വാങ്ങിച്ച ആളാണ്. ഞാനത് മറക്കത്തേയില്ല. ആതിരക്കുട്ടീനെ എങ്ങനെയാണ് കിട്ടിയത്? കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് നാളെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന്. നാളെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് ഇന്നലെ കല്യാണം കഴിച്ച് കാണിച്ചു കൊടുത്തത്. അതായത് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്നർത്ഥം. അതായത് കഴിഞ്ഞ തലേദിവസം പുള്ളിക്കാരത്തി ചോദിക്കുന്നു നാളെ കിട്ടാൻ പറ്റുമോ? കൊഞ്ചം അങ്ങ് പാറ് കണ്ണാൻ നോക്കിയപ്പോഴേക്കും പുള്ളിക്കാരത്തി വീട്ടിൽ നടയിൽ നോക്കിയപ്പോഴേക്കും അണ്ണൻ മറ്റേ ആരോ പറ്റും പെപ്പേ പെപ്പേ പെപ്പ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വന്നു, കൊണ്ടുപോകുന്നു, കെട്ട്. നല്ലതാടേ. ഞാനൊരു കാര്യം പറയട്ടെ, ജീവിതം ഒന്നേ ഉള്ളൂ, അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ ഇൻ്റർവ്യൂവിൻ്റെ അകത്തൊക്കെ പുള്ളിയെ ചതിച്ചിട്ട് പോയ കഥകളും പുള്ളിയുടെ ലൈഫിൻ്റെ അകത്ത് വന്നു പോയ ആൾക്കാരുടെ ഒരു ബാഡ് സിറ്റുവേഷനിൽ അത് കളഞ്ഞു പോയ കാര്യങ്ങളൊക്കെ കുറച്ച് പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഇൻ്റർവ്യൂ ഉടനീളം കണ്ടത് വെച്ച് നോക്കിയപ്പോഴേക്കും ഒരു എവിടേക്ക് ആളിലൊരു കുറേയൊക്കെ നന്മ ഉള്ളതുപോലെയൊക്കെ എനിക്കത് കണ്ടപ്പോൾ തോന്നി. ആളിനി അങ്ങനെയാണോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല, നമുക്കത് കണ്ടതല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അവരുടെ ഫാമിലി ആയിട്ട് ജീവിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഹാപ്പി ആയിട്ട് പോട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ മെയിൻ പോയിൻറ്റ്സിൻ്റെ അകത്ത് തന്നെ ഈ പൈസ ഇതൊന്നും വേണ്ടായിരുന്നു, ഇത് ഒഴിവാക്കാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ആ ഒരു കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യേണ്ടി വന്നത്. അമ്മ ആശുപത്രിയിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പബ്ലിക്കിനോട് പൈസ ചോദിക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ തൊട്ടാണ് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ വന്നപ്പോഴാണോ? ഒരിക്കലും ഒരു മാനദണ്ഡം പൈസയാക്കി വെച്ചുകൊണ്ട് ഒരു റിലേഷൻഷിപ്പും സ്റ്റാർട്ട് ചെയ്യുകയോ എൻഡ് ചെയ്യുകയോ ചെയ്യരുത്. കോമഡി പറയുന്നത് നമ്മുടെ നാട്ടിൽ നല്ല അണ്ടിയില്ലാത്ത കാരണം തമിഴ്നാട്ടിൽ നിന്ന് അണ്ടികളെ ഇറക്കുമതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു അത് സത്യമാണ്. അപ്പോൾ അണ്ടി ഇല്ലെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് അണ്ടി ഇറക്കും. നമ്മുടെ മറ്റേ ഇവിടെ ഉണ്ടല്ലോ വേറെ ഇവിടെ കറുത്ത അണ്ടി കിട്ടുന്ന, അതായത് മീൻസ് ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭയങ്കരമായിട്ട് ചൂട് കൊണ്ട് പൊള്ളിയ കറുത്ത അണ്ടി സൗത്ത് ആഫ്രിക്കൻ അണ്ടി ഇങ്ങോട്ട് കയറ്റി വിടാറുണ്ട്. സൗത്ത് ആഫ്രിക്കൻ അണ്ടിയാണ് ഇവിടെ കൂടുതലും വരുന്നത്. ഏത് അണ്ടിപ്പരിപ്പ്. അപ്പം അണ്ടികൾ ഇവിടുത്തെ അണ്ടി അല്ലെങ്കിൽ പുറത്തുള്ള അണ്ടി നമ്മൾ ഇറക്കാറുണ്ട്. അതുകൊണ്ട് അണ്ടി ഒരു വിഷയമുള്ള കാര്യമല്ല. അത് അണ്ണൻ പറഞ്ഞ കറക്റ്റാണ്. അണ്ടി ബിസിനസ്സിൻ്റെ അകത്ത് അണ്ടി തന്നെയാണ് വലുത്. അണ്ടി ഇല്ലെങ്കിൽ പുറത്തുനിന്ന് അണ്ടി ഇറക്കും. അണ്ടി ഇറക്കി കഴിഞ്ഞാൽ അണ്ടി നമ്മൾ വറുത്തിട്ട് നമ്മളത് പൊളിക്കും. പൊളിച്ചിട്ട് അതിൻ്റെ അകത്തിരിക്കുന്ന വെളുത്ത അണ്ടി പുറത്തെടുക്കും. ഏത് കഴിക്കുന്നത്